ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കഴിഞ്ഞ ദിവസം ഒരു ഡിസൈനർ കുട്ടിയുടെ പിന്നെ കട്ടിങ് ഇട്ടിട്ടുണ്ടായിരുന്നേ. ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ നമ്മളന്ന് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ആദ്യം സ്ലീവ് അങ്ങ് കട്ട് ചെയ്യാം. അപ്പോൾ ഇത് 3/4 സ്ലീവാണ്. 3/4 സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. ഈ സ്ലീവിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് മൊത്തത്തിൽ 10 ഇഞ്ചാണ്. എന്നിട്ട് സ്ലീവിൻ്റെ അറ്റത്തൊരു പടിയും കൂടെ വരുവേ, 10 ഇഞ്ച്. ഈ സൈഡിലോട്ട് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഇവിടുത്തെ മുകളിലത്തെ വണ്ണം എടുക്കുന്നത് 8.5 ഇഞ്ചാണ്. 8.5 ഇഞ്ച് വണ്ണം. അവിടെ നിന്ന് താഴോട്ട് ആം ഹോളിൻ്റെ ലെങ്തായിട്ട് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ച് എടുത്തു. ഇത് കാണുന്നുണ്ടല്ലോ, ഒന്ന് വരച്ച് കാണിച്ചേക്കാം. ഇത് കാണുന്നുണ്ടല്ലോ. എന്നിട്ട് ഈ കിട്ടിയ ഈ പോയിൻറ്റും ഈ ഭാഗവും കൂടെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനാക്കി മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്യാം. ഇതിൻ്റെ മിഡിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് മുകളിലൊരു 1.5-2 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്നിങ്ങനെ വരയ്ക്കാം. ഇവിടെയും ചെറുതായിട്ടൊന്ന് കുഴിച്ച് ഒന്ന് ഷേപ്പാക്കാം, ചെറുതായിട്ടുണ്ട്. എന്നിട്ട് താഴത്തെ നമ്മുടെ വണ്ണം എന്ന് പറയുന്നത് 6.5 ഇഞ്ച്, 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണേ. എന്നിട്ട് ഇവിടെയും കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണേ. 2 വേണ്ടവർക്ക് 2 കൊടുക്കാം, അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് വയ്ക്കാം. എന്നിട്ട് ഈ വരകളെല്ലാം തമ്മിൽ യോജിപ്പിക്കും. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാമേ. ഇതിൻ്റെ സെൻറ്റർ കാണാൻ വേണ്ടി സെൻറ്ററിൽ നമുക്കൊരു കട്ടിങ് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. എന്നിട്ട് ഈ സ്ലീവിൻ്റെ ഭാഗത്ത് ഇതിലെ ഒരു പീസ് കട്ട് ചെയ്യണം നമുക്ക്. അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഒരു മടക്കായിട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് അപ്പോൾ 2 പീസ് കിട്ടും. 2.5 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുക 2.5 ഇഞ്ചിൽ. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ഈ ഭാഗത്ത് വെക്കാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമ്മളിതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണേ. ഇതാണ് നമ്മൾ കംപ്ലീറ്റ് ആയ നമ്മുടെ വർക്ക്. ഈ കളർ ആയതുകൊണ്ട് ഇത് ഇത്ര കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ വർക്ക് ചെയ്യാൻ നമ്മൾ ഒരു ദിവസം എടുത്തു. അതാണ് വീഡിയോ ഒരു ദിവസം നമുക്ക് ലേറ്റായിട്ട് വന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഈ വർക്ക് ചെയ്ത തുണിയിൽ നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ആദ്യം നമ്മൾ ക്യാൻവാസ് തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്യാൻവാസിൻ്റെ അരികെല്ലാം ആദ്യം തയ്ക്കുക. തയ്ച്ചിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ക്യാൻവാസിൻ്റെ സൈഡ് ക്യാൻവാസിൻ്റെ സൈഡ് നമ്മൾ ഇതുപോലെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ക്യാൻവാസിൻ്റെ സെൻറ്ററും നമ്മുടെ ഈ തുണിയുടെ സെൻറ്ററും തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് ഇതിലേക്കൂടി ക്യാൻവാസിൽ കൊള്ളാതെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ക്യാൻവാസിൻ്റെ അറ്റത്തിട്ട് ക്യാൻവാസിൽ കൊള്ളാതെ ഈ തുണിയുടെ അറ്റത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. നമ്മളിങ്ങനെ അരികത്തുകൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 1/4 ഇഞ്ചിൻ്റെ അകലത്തിൽ നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് നമ്മൾ ഓരോ ഭാഗത്തും ചെറുതായിട്ട് ഓരോ നോട്ടിട്ട് കൊടുക്കുക. സ്റ്റിച്ചിങ് കൊള്ളാതെ നോട്ടിട്ട് കൊടുക്കണം. നമുക്കിത് ടേൺ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നെക്ക് നമ്മൾ ഇങ്ങനെ ഇരിക്കും. ഇത് വേണ്ടവർക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ അരികത്തൂടൊരു സ്റ്റിച്ചിങ് കൊടുക്കാം വേണ്ടവർക്ക്. ഇത് ഞാനിപ്പോൾ അരികത്തോടെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ. ഇനി നമുക്കിതെല്ലാം കട്ട് ചെയ്യാം. നമ്മൾ ഈ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ന്യൂസ് പേപ്പർ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് ആദ്യം കട്ട് ചെയ്യാം. പിന്നെ എന്നിട്ട് നമ്മുടെ ആം ഹോള്, നമ്മുടെ കൈക്കുഴി കട്ട് ചെയ്യാം. ഇവിടെ എല്ലാം കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സീം അലവൻസ് വിട്ടിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ കൈക്കുഴി കുഴിച്ച് വെട്ടണമല്ലോ. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ടല്ലേ ഇത്, ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി എടുക്കുക. എന്നിട്ട് അര ഇഞ്ചോ 1/4 ഇഞ്ചോ
കുഴിച്ച് മാർക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു പോർഷൻ കളഞ്ഞാൽ കുഴിച്ച് വയ്ക്കും. ഇതിതിൻ്റെ മോൾ ഭാഗം, യോക്ക് ഭാഗം. ഇത് നമ്മുടെ ഇതിൻ്റെ അടിഭാഗം. ഇത് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യുക. ഈ സെൻറ്ററും നമ്മളൊരു പിൻ കുത്തി നിർത്തുക. ഇതിൻ്റെ നല്ല വശവും രണ്ടിൻ്റെയും നല്ല വശം വെച്ചിട്ട് വേണേ ഈ തുണിയുടെ നല്ല വശം ഇടാം. ഈ നല്ല വശവും വെച്ചിട്ട് സെൻറ്ററിൽ ആദ്യം നമ്മളൊരു പിൻ കൊടുക്കുക. പിൻ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് വേണേ നമ്മൾ സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യണം. എന്നിട്ട് ഇവിടെ വന്നിട്ട് അടുത്ത സെൻറ്ററിൽ നിന്ന് അടുത്ത സൈഡിലോട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. അങ്ങനെ നമ്മുടെ കുർത്തി ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ഇതിൻ്റെ മേണ്ടയിൽ ഇങ്ങനെ വെച്ചിട്ടൊരു സ്റ്റിച്ച് കൊടുക്കാം. സ്റ്റിച്ച് കൊടുത്താൽ ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കും. വേണമെങ്കിൽ ചെയ്താൽ മതി. ഇങ്ങനെ വേണമെങ്കിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ എന്നിട്ട് ഇനി നമ്മുടെ സാധാ പോലെ ബാക്ക് പാർട്ടും ഇതുമായിട്ട് ജോയിൻ്റ് ചെയ്യുക. അതുപോലെ ബാക്ക് പാർട്ട് ഞാനാണെങ്കിൽ കഴുത്ത് വെട്ടി പിന്നെ ക്രോസ് പീസ് വെച്ചിട്ടാണെങ്കിൽ കഴുത്ത് തയ്ക്കുന്നത് ബാക്ക് പാർട്ടിൻ്റെ. ഇതിപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൽ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ച് നെക്ക് വീതി. താഴോട്ട് ഒരു 5 ഇഞ്ച് എടുക്കാമേ. 5 ഇഞ്ച് ഇറക്കത്തിൽ 3 ഇഞ്ച് നെക്ക് വീതി, 5 ഇഞ്ച് നെക്കിൻ്റെ ഇറക്കത്തിൽ നമുക്ക്. എന്നിട്ട് നമുക്ക് കൈവച്ച് ഒരു നെക്ക്, റൗണ്ട് നെക്കാണേ. റൗണ്ട് നെക്ക് കൊടുത്തു. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ നെക്ക് നിവർത്തിയിട്ടിട്ടുണ്ട്. ഇനി എന്നിട്ട് ക്രോസ് പീസ് വെച്ച് നമുക്ക് നെക്ക് അടിക്കാം. നമുക്കിനി ബാക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ഇതുപോലൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് മടക്കി എന്നിട്ട് നമ്മളിങ്ങനെ 1/4 ഇഞ്ച് ഗ്യാപ്പിലിങ്ങനെ നമ്മളിങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇങ്ങനെ ക്രോസ് പീസ് ഒന്ന് മടക്കി ഇങ്ങനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. അങ്ങനെ നമ്മൾ ബാക്ക് നെക്ക് അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്ത പോലെ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഓരോ ചെറിയ കട്ടിങ് കൊടുക്കുക. ഇവിടെ കട്ടിങ് കൊടുക്കുക. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കട്ടിങ് കൊടുത്തിട്ട് ഇത് നമ്മൾ തിരിച്ചിടുക. തിരിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക. തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കാണിക്കും. അങ്ങനെ ബാക്ക് ഭാഗം നമ്മൾ കഴുത്തടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ ഷോൾഡറും ബാക്കിൻ്റെ ഷോൾഡറും തമ്മിൽ കൂട്ടുവാന്നേ. ആദ്യം ഷോൾഡർ തമ്മിൽ ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ഈ ഭാഗം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നമ്മൾ നല്ല വശവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് അടിക്കുക. അപ്പം നമുക്ക് ഒരേപോലെ കിട്ടുമേ. ഷോൾഡറെല്ലാം ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കിനി സ്ലീവ് ജോയിൻറ്റ് ചെയ്യാം. നമ്മൾ സ്ലീവ് രണ്ടും എടുത്തിട്ടുണ്ട്. ഒരു സ്ലീവിൻ്റെ നല്ല വശവും ഒരു സ്ലീവിൻ്റെ നല്ല വശവും തമ്മിൽ മണ്ടയ്ക്ക് വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് പാർട്ടായിട്ട് വരുന്നത്. അത് സംശയമുള്ളവർ ഒന്ന് വെച്ച് നോക്കണം. നമ്മുടെ കുർത്തിയിലൊന്ന് വെച്ച് നോക്കണം എവിടെ ആ ഫ്രണ്ട് പാർട്ട് വരുന്നത്. എന്നിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് അല്ലെ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യും. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ട് പാർട്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയ നോട്ടിട്ട് വെക്കാം. ഇനി എന്നിട്ട് നമ്മുടെ നല്ല പീസ് നല്ല വശം എടുക്കാം. സ്ലീവിൻ്റെ നല്ല വശം എടുത്തു. അപ്പോൾ നമ്മളിതുപോലെ കൈക്ക് പടി വെക്കാൻ വേണ്ടി ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്ലീവിൻ്റെ പന്നവശത്തിൽ ചീത്ത വശത്തിൽ ഇതിൻ്റെ ഈ പടി എടുക്കുന്ന പീസിൻ്റെ നല്ല വശം വെക്കുക.
സ്ലീവിൻ്റെ ചീത്ത വശത്തിൽ ഈ പടിയുടെ നല്ല വശം വെക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ചിൽ അടിക്കുക. അങ്ങനെ നമ്മൾ സ്ലീവ് രണ്ടും ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്ലീവ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ചുരിദാറിൽ ചെയ്യാം. ഇത് കുർത്തിയുടെ നല്ല വശമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് സ്ലീവിൻ്റെ നല്ല വശവും കൂടെ നമ്മൾ കുർത്തിയുടെ സെൻറ്റർ ഭാഗവും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും തമ്മിൽ നമ്മൾ 1/2 ഇഞ്ചിൽ ജോയിൻ്റ് ചെയ്ത് പോകണം. അതേപോലെ നമ്മളിവിടെ ഫ്രണ്ട് പാർട്ടിന് കൊടുത്തേക്കുന്ന നോട്ട് ഇവിടെ കിടക്കുക, അത് ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ വരികയും വേണം. ആദ്യം നടുവേന്ന് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊണ്ട് മുട്ടിക്കുക. പിന്നെ എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 സ്ലീവും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഓരോന്നും മാർക്ക് ചെയ്ത് തുടങ്ങാമേ. ആദ്യം നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ താഴ്വശം 6.5 ഇഞ്ച്. ചോക്ക് ശരിക്കും തെളിയുന്നില്ലേ. 6.5 ഇഞ്ച്. ഇവിടുത്തെ സ്ലീവിൻ്റെ ആം റൗണ്ട് എന്ന് പറയുന്നത് 7.5 ഇഞ്ചാണ്. 7.5 ഇഞ്ച്. നമ്മുടെ കൈക്കുഴി എന്ന് പറയുന്നത് 9 ഇഞ്ച്. 9 ഇഞ്ച് കൈക്കുഴി. ഇനി എന്നിട്ട് നമ്മുടെ ചെസ്റ്റ് 40 ഇഞ്ചാണ്. അതിൻ്റെ 4 പറയുമ്പോൾ 10 ഇഞ്ച്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫുള്ള് എടുക്കുക. ഇതിപ്പം 24.5 ഇഞ്ചുണ്ട്. ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 12.25. 12.25 അവിടെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് 10 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക. 10 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വേസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് 14 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത്. അതവിടെ ഒരു മാർക്ക് കൊടുക്കുക. എന്നിട്ട് ഈ വേസ്റ്റിൻ്റെ ഫുള്ള് വണ്ണം എടുക്കുക. 22.5 ഇഞ്ച്. അത് 11 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക സെൻറ്റർ. എന്നിട്ട് അവിടെ നിന്നൊരു 9 ഇഞ്ച് 2 ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുക. ഇവിടെ 9 ഇഞ്ച്, ഇവിടെ 9 ഇഞ്ച്. അങ്ങനെ നമ്മൾ വേസ്റ്റും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് സ്ലിറ്റ്. സ്ലിറ്റ് എന്ന് പറയുന്നത് 21 ഇഞ്ചാണ് ഇവിടെ സ്ലിറ്റായിട്ട് എടുക്കുന്നത്. ഇവിടുത്തെ സ്ലിറ്റ് എന്ന് പറയുന്നത് 11 ഇഞ്ചാണ് ഇവിടെ സ്ലിറ്റിന് ഞാൻ എടുക്കുന്നത്. ഇതിപ്പം മൊത്തം 24.5 ഇഞ്ചുണ്ട്. അവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ 12.25 ഇഞ്ച് നടുഭാഗം വരും. പിന്നെ അവിടുന്ന് 11 ഇഞ്ച് 2 ഭാഗത്തോട്ടും മാർക്ക് ചെയ്യുക. ഇവിടെയും 11 മാർക്ക് ചെയ്യുക. എന്നിട്ട് കയ്യുടെ അവിടെ ഇവിടെ ഇങ്ങനെ നമ്മൾ നേരെ ഇങ്ങനെ വരയ്ക്കുക. വരച്ചിട്ട് ഈ ചെസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ഒരു ശകലം വരച്ചിട്ട് നമ്മുടെ ഈ കർവ് ഉണ്ടല്ലോ, കർവ് എടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കണം. എന്നിട്ട് ഈ സൈഡും നമ്മളിങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കണം. അപ്പം നമുക്ക് നല്ല ഷേപ്പ് കിട്ടും. എന്നിട്ട് ഇനി നമ്മൾ വേസ്റ്റും ഹിപ്പും കൂടെ ഇങ്ങനെ ഒന്ന് വളച്ച് വരയ്ക്കാം. ഈ ഷേപ്പ് കർവ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും. എന്നിട്ട് ഇവിടുത്തെ വേസ്റ്റും ഹിപ്പും കൂടെ ഒന്ന് വളച്ച് വരയ്ക്കാം. ഇല്ലെങ്കിൽ കൈകൊണ്ട് വരച്ചാലും മതി. ഇനി എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ സ്ലിറ്റ് അടിച്ചിട്ടുണ്ട്. സ്ലീവ്
ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ കഴുത്തിൻ്റെ ഹെമ്മിങ്ങോട് ചെയ്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മൾ ഫുൾ വ്യൂ കാണിച്ചു തരാമേ. അപ്പോൾ ഈ കുർത്തി കണ്ടിട്ട് നിങ്ങൾക്ക് പിന്നെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.